എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. മുത്തശ്ശന് നയനയോടും ആദർശനോടും സ്നേഹമുണ്ട്, അത് മറച്ചു വെച്ച് പെരുമാറുന്നതാണ് എന്ന്. അതുകൊണ്ട് അത് പൊളിക്കാൻ വേണ്ടി മുത്തശ്ശി വിളിക്കുവാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ഇത്തിരി ആവശ്യതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് എന്താ മോളെ, മോളുടെ ശബ്ദത്തിൽ എന്തോ ആവശ്യതയുണ്ടല്ലോ, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഇല്ലെന്ന് പറയും. പിന്നെ മുത്തശ്ശി നിർബന്ധിക്കുമ്പം ഇല്ല മുത്തശ്ശി, എനിക്ക് രാവിലെ ചെറിയൊരു തലകറക്കമുണ്ടായിരുന്നു, പിന്നെ ശരീരത്തിന് ചെറിയൊരു ക്ഷീണമുണ്ട്, അത് വലിയ കാര്യമാക്കണ്ട, പയ്യെ മാറിക്കോളും എന്ന് പറയുവാണ്. പക്ഷേ മുത്തശ്ശി സമ്മതിക്കത്തില്ല. അയ്യോ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല, ആദർശനോട് പറഞ്ഞില്ലേ മോൾക്ക് ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ട് കാണിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ആദർശനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ആദർശനോട് പറഞ്ഞില്ല, ഇത് പയ്യെ മാറിക്കോളും എന്ന് പറയുക. അന്നേരം മുത്തശ്ശി അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാകില്ല, മോള് ഫോൺ വെച്ചേ എന്ന് പറയുന്നു. അങ്ങനെ നയനെ കൊണ്ട് ഫോൺ വെപ്പിച്ചിട്ട് നേരെ ആദർശനെ വിളിക്കുവാണ്. ആദർശ് ഫോൺ എടുത്ത് ഹലോ മുത്തശ്ശി എന്ന് പറയുന്നത്, നീ ഹലോ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, മോൾക്ക് അവിടെ സുഖമില്ലാതിരിക്കുക, പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലുക, എന്നിട്ട് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറയുവാണ്. അന്നേരം ആദർശം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയും. അന്നേരം കുഴപ്പമുണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും പറയാൻ സമയമൊന്നുമില്ല, ഇപ്പം നീ തൽക്കാലം ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് മോളുടെ അടുത്തോട്ട് ചെല്ലുക, എന്നിട്ട് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുക എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുവാണ് ആദർശ്. അങ്ങനെ ആദർശ് ഫോൺ വെച്ചിട്ട് നയനയുടെ അടുത്തോട്ട് തിരിച്ചു വണ്ടി വിടുവാണ്. ഈ സമയം മുത്തശ്ശിയോട് പറയുന്നുണ്ട് ആദർശ് തന്നെ പോയിട്ട് കാര്യമൊന്നുമില്ല, താനും കൂടി ചെല്ലുക എന്ന്. അന്നേരം മുത്തശ്ശനോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഞാനിപ്പോൾ വന്നാൽ ശരിയാകില്ല, താൻ ചെല്ല്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേവയാനിയും കൂടെ കൂട്ടി പോ എന്നൊക്കെ പറയുന്നു. കുഴപ്പമില്ല, ഏതായാലും പോകാം എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഈ സമയം എന്തോ വലിയ കാര്യം സാധിച്ചെടുത്ത ഒരു സന്തോഷത്തിലിരിക്കുന്ന നയനെയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ആദർശം വരും കേട്ടോ. പെട്ടെന്ന് വണ്ടി കൊണ്ട് നിർത്തുന്നു, ഓടി അകത്തോട്ട് കയറി വരുന്നു. എന്നിട്ട് എന്താ മോളെ, നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കും. എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് നയൻ ഇങ്ങനെ കൂളായിട്ട് പറയുമ്പം, അല്ല മുത്തശ്ശി വിളിച്ചിട്ട് നിനക്ക് എന്തോ വയ്യായികയുണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു, അതാ ഞാൻ ഓടി വന്നത് എന്ന് പറയും. അന്നേരം നയന പറയുവാണ്, അതോ ഞാൻ അതാ മുത്തശ്ശി ഒന്ന് പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ്, മുത്തശ്ശന് നമ്മളോട് സ്നേഹമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറയുമ്പം, ഓ അതാണോ, പക്ഷേ ഞാൻ പേടിച്ചു പോയി എന്ന് ആദർശ് പറയും. ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നതേക്കും മുത്തശ്ശി ഫ്രണ്ടിൽ, മുത്തശ്ശി മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് നയനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് മോൾക്ക് എന്താ പ്രശ്നം, എന്താ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെപ്രാളത്തോടു കൂടി സംസാരിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട് മുത്തശ്ശി എനിക്കൊരു കുഴപ്പമില്ല എന്ന്. അന്നേരം ആദർശം പറയും അവൾക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എന്ന്. അന്നേരം മുത്തശ്ശി സമ്മതിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല, മോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു, രാവിലെ തലചുറ്റലുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, നീ ഇങ്ങനെ കറങ്ങി നടന്നു, 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇപ്പോഴും നമ്മുടെ തറവാട്ടിലുണ്ട്, മൂർത്തിസ് ജ്വല്ലറി പൂട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, മോളെയാണ് ഇപ്പോൾ നോക്കേണ്ടത്, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് ഇപ്പോൾ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആദർശിനെ ഒരു മൂച്ച് ചീത്ത പറയുവേ. അന്നേരം ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശി കുഴപ്പമൊന്നുമില്ല അവൾക്ക് എന്ന്. അപ്പോൾ സമ്മതിക്കത്തില്ല മുത്തശ്ശി, ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. അന്നേരം നയന പിന്നെയും പറയും ഇല്ല മുത്തശ്ശി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല, മുത്തശ്ശി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യയുടെ കൂട്ടുകാരിക്ക് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുന്നുണ്ട്. എയിൻ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ ഒരു പേരൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എത്രയും പെട്ടെന്ന് ആദർശനെ അറിയിക്കണം. ഇത് ശരിക്കുള്ള പേരാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ചിലപ്പോൾ കള്ളപ്പേരായിരിക്കും, പക്ഷേ ഇതിലും എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ഈ പേര് ആദർശനെ അറിയിക്കണം, ആദർശനെ അതേ പിടിച്ച് കയറാലോ, അങ്ങനെയെങ്കിലും എയിൻ ജ്വല്ലറിയുടെ തലപ്പത്ത് ആരാണ് എന്ന് അവർ കണ്ടെത്തട്ടെ എന്നൊക്കെ പറയുമ്പം കൂട്ടുകാർ പറയുന്നുണ്ട് എടി നീ സൂക്ഷിക്കണം, ഇത്രയും ഒരു വൃത്തികെട്ടവനാണ് നിൻ്റെ ഭർത്താവ് എന്ന് എനിക്കറിയില്ലായിരുന്നു, അവൻ്റെ കൂടെ ജീവിക്കുമ്പം ഒരു ചെറിയ പിഴവ് നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവന് പോലും ആപത്താണ് എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് എൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം പോലുമില്ല, പക്ഷേ അങ്ങനെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുന്നതിന് മുൻപ് എന്നെ സ്നേഹിക്കുന്നവരെ സേഫ് ആക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പം വളരെ വിഷമത്തോടെ നവ്യയുടെ കൂട്ടുകാർ പറയുക, എന്നാലും ഇതുപോലെ ഒരുത്തനെ നിനക്ക് കിട്ടിയല്ലോ, എനിക്ക് ഓർക്കുമ്പോൾ വിഷമമാണ് എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട് എടി എന്നെ വിവാഹം കഴിക്കാൻ ആദ്യമേ തയ്യാറായിരുന്നത് ആദർശേട്ടനാണ്, ഞങ്ങളുടെ ഇടയിലേക്ക് വലിയ സ്മാർട്ട്നെസ്സും കളിച്ച് കയറി വന്നതാണ് അവൻ, എന്നിട്ട് അവൻ എന്നെ വിവാഹം കഴിച്ചു, ആദർശേട്ടൻ നല്ലൊരാളാണ്, എൻ്റെ അനിയത്തിയും നല്ല സ്വഭാവമുള്ള നല്ലൊരു കുട്ടിയാണ്, അതുകൊണ്ടാണ് അവൾക്ക് ആദർശേട്ടനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത്, പിന്നെ എൻ്റെ വീട്ടിൽ ഇത്തിരി ബഹളം വെച്ച് അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിച്ച് നടന്നുകൊണ്ടിരുന്നത് ഞാനാണ്, എൻ്റെ സ്വഭാവത്തിന് ചേരുന്ന ഒരാളെ ദൈവം എനിക്ക്
തന്നതായിരിക്കും, ഇനിയിപ്പം പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പം കൂട്ടുകാർ പറയുന്നുണ്ട്, എന്നാലും ഇത്രയും വൃത്തികെട്ട ഒരുത്തിനെ നിന്റെ തലയിലേക്ക് ഈശ്വരൻ തരണ്ടായിരുന്നു. അന്നേരം നവ്യ പറയുന്നുണ്ട്, ശരിക്കും അവനെ കള്ളക്കടത്ത് സ്വർണം വിറ്റതിൻ്റെ പേരിൽ എൻ്റെ അനിയത്തി പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് നല്ല തല്ല് വെച്ച് കൊടുത്തതാണ്. അതിൻ്റെ പേരിൽ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു, അവളോട് പിണങ്ങി, എൻ്റെ അച്ഛനോടും അമ്മയോടും വരെ പിണങ്ങി. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ട് തന്നെ എൻ്റെ അനിയത്തി അവനെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇടിച്ച് അവൻ്റെ നട്ടലൊടിയും. അന്നേ അത് ചെയ്യേണ്ടതായിരുന്നു, അത് ഞാൻ അവളോട് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. അപ്പോഴും എന്നെ പൊന്നുപോലെ നോക്കും അനന്തപുരിക്കാർ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇവിടെ നശിച്ചു പോകേണ്ടത് അഭിയാണ്, അവൻ്റെ അടിവേരാണ് അറക്കേണ്ടത്. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. ആദർശേട്ടനും നയനയും ഈ ഒരു കാര്യത്തിൽ വിജയിച്ച് തിരിച്ചു വരണം അനന്തപുരിയിലേക്ക്, അതും എൻ്റെ ലക്ഷ്യമാണ് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ പേര് കൂട്ടുകാരി ആദർശന് അയച്ചു കൊടുക്കുന്നുണ്ട്. അയച്ചു കൊടുത്തേക്കുന്ന പേര് ഏതാണെന്നറിയോ? കിങ് കോബ്ര എന്ന. ഏതായാലും അത് വായിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇത് അയാളെ ശരിക്കുള്ള പേരൊന്നും ആയിരിക്കില്ല, അയാൾ കള്ളക്കടത്തൊക്കെ നടത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇട്ട പേരായിരിക്കും ഇത്. രാജഗോപാലയുടെ സ്വഭാവമുള്ള ഒരുത്തനായിരിക്കും, അത്ര ചെറിയ പുള്ളിയല്ല എന്ന് കാണിക്കാനായിരിക്കും ഇതുപോലെ പേരിട്ടേക്കുന്നത്. ഏതായാലും അയാൾ ആരാണ് എന്ന് കണ്ടെത്തണം. അയാളുടെ താമസം ആ ഹോട്ടലിൽ തന്നെയാണ്, അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുവാണ് വേണ്ടത്. അതുപോലെ റെയ്ഡ് നടത്തിയിട്ടും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ഇനി മുത്തശ്ശനെയും കൂടെ കളത്തിൽ ഇറക്കണം, എങ്കിലേ എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. അന്നേരം മാളവിക, ഏതായാലും ഈ മെസ്സേജ് അയക്കുന്ന ആരാണ് എന്ന് നമുക്ക് കണ്ടെത്തണ്ടേ, ഇനി അയാൾ നമ്മളെ വഴിതെറ്റിക്കുവാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഇത്രയും നാളും നമുക്ക് തന്ന മെസ്സേജ് എല്ലാം വെച്ച് നമ്മളോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആരോ ആണ് എന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് ഇനി ഇതിൻ്റെ തലപ്പത്തുള്ള ആളെ ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് ആദർശ് പറയുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഇത്രയും നാളും വളർന്നുകൊണ്ടിരുന്നത് AM ജ്വല്ലറിയാണ്, ഇനി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മളായിരിക്കും, നമ്മുടെ പോസ്റ്റിലാണ് ഇനി ബോളുള്ളത്, നമ്മളാണ് ഗോൾ അടിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ്. ഇവിടെ വന്ന് നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ് കഴിയുമ്പോൾ മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ മോളെ നോക്കണമെന്ന് എലിസബത്തിനോട് പറയണമെന്നൊക്കെ. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്നത് നയനെ കാണുന്നുണ്ട്. അപ്പോൾ നയനെ അടുത്തേക്ക് വരുന്നെങ്കിൽ മുത്തശ്ശി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അന്നേരം മുത്തശ്ശി എന്തിനാ ഫോൺ കട്ട് ചെയ്ത്, ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ആദർശിൻ്റെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശിൻ്റെ എന്ന് മുത്തശ്ശി പറ എന്നിങ്ങനെ പറയുക. അന്നേരം അല്ല, ആദർശിൻ്റെ അമ്മ ദേവയാനിയായിരുന്നു എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, എന്നിട്ട് എന്താ എൻ്റെ കയ്യിൽ തരാത്ത, ഞാൻ അമ്മയോട് സംസാരിക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു, അതുകൊണ്ടാണ് എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശനെ കാണാൻ കൊതിയുണ്ട്, മുത്തശ്ശനെ കാണാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ നയന പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയും, അതിന് മോൾക്ക് എന്താ വിലക്കൊന്നും ഇല്ലല്ലോ അങ്ങോട്ട് വരാൻ, എൻ്റെ കൂടെ പോരെ, മുത്തശ്ശനെ കാണാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നയന പറയും, വേണ്ട മുത്തശ്ശി, ആദർശൻ ആ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോഴേ ഞാനും ഇനി വരുന്നുള്ളൂ, അല്ലെങ്കിൽ ശരിയാകിയല്ല, കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. മുത്തശ്ശിക്കും ആകെ വിഷമമൊക്കെ ആകുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ എലിസബത്തിനെ വിളിച്ച് എലിസബത്തിനോട് നന്നായിട്ട് മോളെ നോക്കിക്കോണം എന്നൊക്കെ പറയുന്നു. അന്നേരം എലിസബത്ത് പറയുന്നുണ്ട്, മോൾക്ക് യാതൊരു ക്ഷീണവും ഇല്ലായിരുന്നു, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നു, മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയും, ഇല്ല ഇപ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല, എങ്കിലും ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശി അവിടെ നിന്ന് പോരുന്നത്. ഈ സമയം മുത്തശ്ശി പോന്നു കഴിഞ്ഞ് നയന ദേവയാനി വിളിക്കും. എന്നിട്ട് എന്തൊക്കെയുണ്ടമ്മ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, വിശേഷമൊന്നുമില്ല, രാവിലെ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചല്ലേ, അത് കഴിഞ്ഞ് എന്ത് വിശേഷം വരാനാണ് എന്നൊക്കെ ചോദിക്കും. അന്നേരം നയന, അല്ല മുത്തശ്ശി ഇവിടെ വന്നായിരുന്നു, അമ്മ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പം, ഇവിടെ വന്നതിന് ശേഷം മുത്തശ്ശി അമ്മയെ വിളിച്ചില്ലായിരുന്നോ, അമ്മ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയും. എന്നാൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരു വിശേഷം പറഞ്ഞ് വെച്ചിട്ട് നയനിങ്ങനെ ഓർക്കുവാണ്. അപ്പം മുത്തശ്ശി വിളിച്ചത് അമ്മയല്ല, അപ്പോൾ വിളിച്ചത് മുത്തശ്ശനെ തന്നെ ആയിരിക്കും, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്, ഏതായാലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ നയന മനസ്സിലോർക്കുന്നു. പിന്നീട് അബിയാണ് കാണിക്കുന്നത്. അബി റൂമിലേക്ക് വരുമ്പോൾ റൂമിലിരുന്ന് ചന്തുമോളും അബിയുടെ കുഞ്ഞോട് കളിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരും അബിയുടെ കുഞ്ഞാണ്, എങ്കിലും രണ്ടുപേരോട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം അബിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചന്തുമോൾ റൂമിൽ കയറിയത്. എന്നിട്ട് കൊച്ചിനോട് പറയും, വെല്ലുമ്മ കണ്ട ദേഷ്യപ്പെടാവുകൊണ്ട് മോൾ ഇറങ്ങി പൊയ്ക്കോ എന്ന്. മോൾ ഇറങ്ങി പോകുന്നതേക്കും നവ്യ അകത്തോട്ട് കയറി വരുന്നു. നവ്യ പ്രത്യേകിച്ച് കൊച്ചിനോടൊന്നും പറയുന്നില്ല. അന്നേരം അബി ചോദിക്കും, നീ എന്താ ആ അവൾക്കൊട്ട് രണ്ട് തല്ല് കൊടുക്കാണ്ടിരുന്നത്, അവൾ എന്തിനാ നമ്മുടെ റൂമിൽ കയറുന്നത്,
നീ അവളെ ഒന്ന് പേടിപ്പിച്ച് വിടാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അത് നിനക്ക് ചെയ്യാൻ മേലായിരുന്നോ, അതെന്തിനാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. അന്നേരം ഞാനൊരാണല്ലേടി, ഞാനിങ്ങനെ അങ്ങനെ ചെയ്യുന്നത്, നീ ചെയ്യുമ്പം പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. എന്നിട്ട് പറയുവാണ് അത് ഏതോ പിഴച്ച് നടന്ന സ്ത്രീക്കുണ്ടായ കുഞ്ഞാണ്, അത് നമ്മുടെ മോനുമായിട്ട് കൂട്ടുകൂടണ്ട, അത് നീ തടയണം, അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അഭി പറയുവാണ് എൻ്റെ മകൻ എന്നെ കണ്ട് എന്നെപ്പോലെ വളർന്നാൽ മതി, അങ്ങനെ വളരേണ്ടത് എന്ന്. അന്നേരം നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഒരിക്കലുമില്ല, എൻ്റെ മകനെ ഞാൻ നിന്നെപ്പോലെ വളർത്തിയല്ല, അവൻ്റെ വെല്ലിച്ചനെ പോലെയും വെല്ലിമ്മ പോലെയും ഒക്കെ വളർന്നാൽ മതി എന്ന് പറയുന്നുണ്ട് മനസ്സിൽ. അപ്പോഴത്തേക്കും അഭി എനിക്ക് ഈ തിരക്കായതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് എടുത്ത് കളിപ്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യിലെടുത്ത് വെച്ച് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം നവ്യ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ അഭിനയിക്കാൻ ഇവനെ കഴിഞ്ഞ ആൾക്കാരുള്ളൂ, ഇവൻ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ അഭിനയിക്കാൻ എന്നൊക്കെ നവ്യ മനസ്സിൽ ഓർക്കുക. പിന്നെയും കാണിക്കുന്ന മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അവിടുത്തെ വിശേഷങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മുത്തശ്ശിയുടെ വായിന്ന് കേൾക്കാൻ. മുത്തശ്ശി വരുന്നത് പിടിച്ചിരുത്തിയിട്ട് പറ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോൾക്ക് പ്രശ്നമൊന്നുമില്ല, ആപ്പാടെ വിഷമം നിങ്ങളെ ഓർത്താണ്, നിങ്ങൾ അവരോട് സ്നേഹം കാണിക്കാത്തതിൻ്റെ വിഷമം മോൾക്ക് നന്നായിട്ടുണ്ട്, ഒന്ന് കാണാൻ കൊതിയാവുകയാണ് എന്ന് വരെ പറഞ്ഞു എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുവാണ്, അങ്ങനെ മോൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാനൊരു അവസരം ഉണ്ടാക്കടൂ, ഒരു കാര്യം ചെയ്യുക, നാളെ ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയം മോളോട് വിളിച്ച് പറ, ആ സമയത്ത് മോൾക്ക് വരാലോ, വേണമെങ്കിൽ പരസ്പരം കാണാലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കും, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോളോട് സംസാരിക്കുമോ എന്ന്. അന്നേരം സംസാരിക്കത്തൊന്നുമില്ല, എങ്കിൽ പോലും മോളെ കാണാലോ എന്ന് പറയുവാണ്. ഏതായാലും കറക്റ്റ് ടൈം വിളിച്ച് പറഞ്ഞേക്കാം എന്ന് മുത്തശ്ശിയും പറയുന്നു. ഇതിനിടയിൽ അനിയേയും കാണിക്കുന്നുണ്ട്. അനി ഇപ്പം എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്കിലാണ്. അന്നേരം അവന്തിക്ക് അടുത്തോട്ട് വന്നിട്ട് അനിയോട് ചോദിക്കും, ഇതെന്താ അനിയട്ടെ എപ്പോഴും ഭയങ്കര തിരക്കാണല്ലോ എന്ന്. അന്നേരം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഇപ്പം തന്നെ നമ്മുടെ ജ്വല്ലറി താഴെ പോയി, അടുത്ത ഓണത്തിനെങ്കിലും കുറച്ച് ഉയർച്ച ഉണ്ടാകണം, അല്ലെങ്കിൽ ശരിയാകുകയില്ല, അങ്ങനെ ചെയ്യണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ എന്നെയും മാറ്റും, പുറത്തുനിന്ന് ഒരാൾ ആ സ്ഥാനത്തേക്ക് വരും, അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആദർശേട്ടനും പറയാറുണ്ട് എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടുക, ഞാൻ സഹായിക്കാമെന്ന്. അന്നേരം അനി പറയും, അങ്ങനെ കൂട്ടുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് എനിക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല, എല്ലാവരോടും ചോദിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അന്നേരം അവന്തിക പറയുവാണ്, എനിക്കും അത്യാവശ്യം ഐഡിയാസൊക്കെ ഉണ്ട്, ഞാനിവിടെ കൂടെ കൂടിയാൽ നമ്മൾക്ക് ജ്വല്ലറിയെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന്. എന്നിട്ട് പറയും, ഞാനൊരു കാര്യം കൂടി അനിയേട്ടന് പറഞ്ഞു തരാം, നമ്മൾ നല്ലൊരു ഡിസൈനറെ വെക്കണം, ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, നല്ല രീതിയിൽ നയനേച്ചി ഡിസൈൻ ചെയ്യും, പിന്നെ ഇപ്പം ചില അവശതകളുണ്ടെങ്കിൽ പോലും പ്രസവം കഴിഞ്ഞ് നയനേച്ചി തന്നെ വന്നാൽ മതിയല്ലോ എന്ന്. അന്നേരം അവന്തിക പറയുവാണ്, ഈ ഒരു കാര്യത്തിലാണ് അനിയേട്ടൻ തോറ്റു പോകുന്നത്, മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ബന്ധങ്ങൾ നോക്കരുത് എന്ന്, അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അടുത്ത ആളെ നോക്കുകയാണ് ചെയ്യേണ്ടത്, ഏട്ടനെയും ഏട്ടത്തെയും ഒക്കെ സ്നേഹിക്കുന്നത് നല്ലതാണ്, പക്ഷേ ബിസിനസ്സുമായിട്ട് അത് കൂട്ടിക്കുഴയ്ക്കരുത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവളങ്ങ് പോകും. എനിക്ക് അത് നല്ല രീതിയിൽ അങ്ങ് മനസ്സിലായില്ല, അനിയൊന്ന് നോക്കി ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നീട് നവീനെ കാണിക്കുന്നു. നവീനെ അനാമികയും വേണുവും കൂടെ വന്ന് കാണുന്നുണ്ട്. അവർക്ക് ഡിവോഴ്സ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സഹായം ഈ മൂർത്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, അതായത് മുത്തശ്ശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ കൊടുക്കണം, അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അവർ നോക്കിയിരിക്കുന്നത്, അതിനുള്ള എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാക്കി തരാമോ എന്ന് നവീനോട് ചോദിക്കുന്നു. അന്നേരം നവീൻ പറയുവാണ്, ജഡ്ജി വിളിച്ച് നിങ്ങളോട് രണ്ടുപേരോട് സംസാരിക്കും, അന്നേരം വിവാഹമോചനത്തിന് താല്പര്യമില്ല എന്ന് അനാമിക പറയുക, അന്നേരം കേസ് മുന്നോട്ട് പോകും, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ തന്ന് ഇത് കോംപ്രമൈസ് ആക്കാൻ അവർ ശ്രമിച്ചോളും എന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ചെയ്യാമെന്ന് വേണുവും അനാമികയും സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് നവീൻ വന്ന് വണ്ടിയിൽ കയറി കഴിയുമ്പോഴേക്കും അനി വിളിക്കും, അടുത്ത സിറ്റിങ്ങിൽ എങ്ങനെയെങ്കിലും ആ പിശാചിനെ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിക്കുമ്പം നവീൻ പറയുവാണ്, അടുത്ത സിറ്റിങ്ങിൽ എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങളോട് കുറേ ചോദ്യങ്ങളൊക്കെ ജഡ്ജി ചോദിക്കും, അതിന് നീ മറുപടി പറയുക, അത് കഴിഞ്ഞ് കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറയുക കേട്ടോ. അന്നേരം അത്രയേ ഉള്ളൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതത്രേ ഉള്ളടാ, ഞാൻ ഇത്തിരി തിരക്കാണ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും നവീൻ. അന്നേരം നവീൻ മനസ്സിലോർക്കുവാണ്, അവൻ എന്നോട് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ട് തിരിച്ചങ്ങോട്ടും വലിയ ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ശരിക്കും അവനെ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടതാണ്, അവൻ എന്നോട് ഇങ്ങനെ കള്ളത്തരം കാണിച്ചതുകൊണ്ട് ഇതൊക്കെ മതി എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നവീൻ. ഏതായാലും ഇതിന് ശേഷം അനി നന്ദുവിനെ വിളിക്കും. എന്നിട്ട് വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതിനെന്താടാ, നമ്മളെന്നും പോകുന്ന ആ ഹോട്ടലിൽ വെച്ച് കാണാം, ഡിന്നർ ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതേതായാലും നന്നായി, നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയും. അന്നേരം നന്ദു പറയുവാണ്, നമ്മൾ മാത്രമല്ല കേട്ടോ, നവീനേട്ടനൂടെ ഉണ്ട്, നവീനേട്ടനാണ് ഡിന്നർ അറേഞ്ച് ചെയ്തേക്കുന്നത് എന്ന്.
അന്നേരം അനി ഇത്തിരി പരിഭവത്തോടെ പറയുവാണ്, ഈ കാര്യം എന്താ നീ എന്നോട് നേരത്തെ പറയാതിരുന്നത്? അതുപോലെ ഞാൻ ഇപ്പോൾ ഫോൺ വിളിച്ച് വെച്ചോളൂ നവീനെ, അവനും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്. അന്നേരം അത് തിരക്ക് കാരണമായിരിക്കൂടാ, നിനക്ക് തിരക്കില്ലേ, നിനക്ക് വരാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്നോർത്തായിരിക്കും നവീനേട്ടൻ പറയാതിരുന്നത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് നവീൻ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ നന്ദു ചെയ്തു കൊടുക്കും. അതുപോലെ നന്ദുവിന് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നവീൻ സഹായിക്കും. അവരങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷത്തിന് ഡിന്നറൊക്കെ ഒരുമിച്ച് കഴിക്കാറുണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് നീയും വരണം എന്ന് പറയുമ്പം, ഇല്ല, എന്നെ വിളിക്കാത്തടത്തേക്ക് ഞാൻ വരുന്നില്ല, നിങ്ങൾ സംസാരിക്കുകയോ ഡിന്നർ കഴിക്കുകയോ ഒക്കെ ചെയ്തു, എനിക്ക് നിന്നോട് തനിച്ചായിരുന്നു സംസാരിക്കേണ്ടത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് ഫോൺ വയ്ക്കുവേ. എന്നിട്ട് മനസ്സിലോർക്കുക, എൻ്റെ പെണ്ണിനെ കൊത്തിക്കൊണ്ടു പോകാനാണല്ലോ അവൻ ശ്രമിക്കുന്നത് എന്ന്. നവീൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം ശരിയാണ്. കാരണം ഇത്രയും നല്ല ഫ്രണ്ടായിട്ടും ഒരിക്കൽ സംശയം പോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലും അനി നവീനോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പം നവീനും ഇടയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പം മുത്തശ്ശി വന്നിട്ട് മോളെ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നടക്കില്ല, ഏതായാലും കാണാൻ പറ്റുമല്ലോ, അത് മതി എന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശൻ അമ്പലത്തിലോട്ട് ചെല്ലുന്നതിന് മുമ്പേ നയന വന്നിട്ടുണ്ട്. നയന മുത്തശ്ശന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ വരുന്നു. മുത്തശ്ശനും നയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നയനയ്ക്കും ആദർശനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാകണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ പുറത്തേക്ക് വരുമ്പം നയനെ കാണുന്നുണ്ട് കേട്ടോ. അന്നേരം പൂജാരി ഇറങ്ങി വന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മൂത്ത മരുമകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അത് കഴിഞ്ഞ് മുത്തശ്ശൻ ഇറങ്ങി വരുമ്പം നയനെ കാണുന്നു. നയനെ കുറച്ച് നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുക മാത്രം ചെയ്യുന്നു. അന്നേരം ഒന്നും മിണ്ടാതെ പെട്ടെന്ന് നയനെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും കാല് തട്ടി വീഴാൻ തുടങ്ങുവാണ്. പിന്നെ തളർന്ന് വീഴുന്നു, ബോധം കെട്ട് വീഴുന്നു. മുത്തശ്ശൻ നയനെ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞ് ബോധം വന്നു കഴിയുമ്പോൾ ഞാൻ എവിടെയാ എന്ന് ചോദിക്കുവാണ് നയന. അന്നേരം മുത്തശ്ശൻ പറയും, ഹോസ്പിറ്റലാണ്, ബോധം കെട്ട് വീണ് കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ്, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ അപ്പോൾ എന്നോട് സ്നേഹമുണ്ടല്ലേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, കൊച്ചുമകൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ, എനിക്ക് ആരോടും വെറുപ്പുമില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അമർഷമുണ്ട്, അത് ഉടനെ ഒന്നും മാറത്തുമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പം എനിക്കറിയാം മുത്തശ്ശൻ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് എന്നോടും ആദർശനോടും ഇങ്ങനെ പെരുമാറുവാണ് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ എന്താണ് എന്ന് തുറന്നു പറയാൻ എനിക്കിപ്പം സാധിക്കില്ല, ഞാൻ പറയത്തുമില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ വരുന്നിടം വരെ ഞാൻ ഇവിടെ ഇരിക്കാം, അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അന്നേരം നയന ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, ഇത് ഞാൻ പൊളിച്ചടുക്കും, ഇതിന് ഒരവസാനം ഞാൻ ഉണ്ടാക്കുമെന്ന്. ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിയും പിന്തുണ കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് നയന ഇറങ്ങി വന്നത്. ഈ ബുദ്ധിയൊക്കെ ആദർശൻ്റെ കൂടി ആ ഏഷ്യൻ ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആദർശ് 1 മാസമായിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞാണ് വട്ടം കറങ്ങുന്നത്. ഈ കാര്യം ഞാൻ റിവ്യൂ പറഞ്ഞതിന് എന്നെ കമൻറ്റിൽ ഒരാൾ ചീത്ത പറഞ്ഞു, ആദർശിനെ കുറ്റം പറഞ്ഞേക്കരുത്, റിവ്യൂവിൽ ഈ സീരിയലിലുള്ള ഡയലോഗ് മാത്രമേ പറയാവുള്ളൂ എന്ന്. ഒരു സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും അതിൽ നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറയും, അതിനാണല്ലോ റിവ്യൂ എന്ന് പറയുന്നത്. അതിനകത്ത് ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല.